ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിൽ നമ്മുടെ 11ാമത്തെ പാഠം പച്ചക്കറി തോണി. നമ്മൾ 10ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് മാത്രമല്ല, നമ്മുടെ പ്രവർത്തന പുസ്തകം കുഞ്ഞെഴുത്തുന്നുള്ള പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ്സും യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളുടെ ലിങ്കും പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാൻ നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നെന്ത് ചെയ്യാം? നമ്മുടെ 11ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 11ാമത്തെ പാഠം പച്ചക്കറി തോണി. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്, പച്ചക്കറി തോണി എന്നുള്ള ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ചിത്രം നോക്കുക. എന്താണ് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാവണമെന്ന് നന്നായി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? കുറെ പച്ചക്കറികൾ ഉണ്ട് അല്ലേ? ഏതൊക്കെ പച്ചക്കറികളാണെന്ന് നിങ്ങൾക്ക് ചിത്രം നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? വേഗം പറയൂ, ഏതൊക്കെ പച്ചക്കറികളാണ്? ഒരു മത്തനെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? മത്തനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടെ തക്കാളി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തക്കാളിയാണെന്ന്. ചേനയും മനസ്സിലാകുന്നുണ്ട് അല്ലെ? ചിത്രം നോക്കുമ്പോൾ നമുക്ക് ചേനയാണെന്ന്. പിന്നെ ഇതുള്ളത് ഒരാള് കുമ്പളമാണ് കേട്ടോ. കുമ്പളങ്ങ എന്ന് പറയും ചിലയിടങ്ങളിൽ. കുമ്പളമാണിത്. അപ്പോൾ നമ്മൾ ഇതെന്താ? പടവലമാണ് തോന്നുന്നു അല്ലെ? പടവലം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇത് ഏതൊക്കെ പച്ചക്കറികളാണ്. നമ്മുടെ പാഠഭാഗത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഈ പാഠത്തിൽ എന്തിനെ കുറിച്ചാണ് പറയണമെന്ന് വെച്ചാൽ പച്ചക്കറികളെ കുറിച്ചാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ അമ്മ കറി വെക്കുന്ന സമയത്തൊക്കെ അമ്മയും അച്ഛനൊക്കെ കറി വെക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പച്ചക്കറികളൊക്കെ അല്ലെ? നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് പച്ചക്കറികൾ ഉണ്ടാവും. അപ്പൊ ആ പച്ചക്കറികളുടെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പാഠം സ്റ്റാർട്ട് ചെയ്യാം. പച്ചക്കറി തോണി. ആദ്യം നമുക്ക് വായിക്കാം കേട്ടോ. കിടന്നു മടുത്തു മത്തങ്ങ നാടു കാണാനിറങ്ങി. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കഥയുടെ തുടക്കം എന്താന്ന് പറയാം. ഇപ്പൊ നല്ല വിളവെടുപ്പ് കാലമാണ്. പച്ചക്കറികളൊക്കെ നിറയെ പച്ചക്കറികളൊക്കെ ഉണ്ടായി. അപ്പൊ കർഷകർ എന്ത് ചെയ്തു? പച്ചക്കറികളൊക്കെ എടുത്ത് വിൽക്കാനായിട്ട് ചന്തയിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. പച്ചക്കറികളൊക്കെ ചെടീനൊക്കെ വിളവെടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പൊ അങ്ങനെ പച്ചക്കറികളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മത്തൻ എന്ത് ചെയ്യണം? അവിടെ നാട് കാണാൻ ഇറങ്ങുകയാണ് കേട്ടോ. മത്തങ്ങ, ഇതാണ് മത്തങ്ങ. കിടന്നു മടുത്തു മത്തങ്ങ നാടു കാണാൻ ഇറങ്ങി. എങ്ങോട്ടാ? പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ ചോദിച്ചു. ആരാ ചോദിക്കുന്നത്? കുമ്പളങ്ങ. ഇതാണ്ടോ കുമ്പളങ്ങ എന്താ ചോദിക്കുന്നത്? എങ്ങോട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ മത്തനോട് ചോദിച്ചു. സവാരിക്ക് ഇറങ്ങിയതാ, നാടൊന്നു ചുറ്റണം, ഞാനും വരുന്നു. രണ്ടുപേരും കൈകോർത്തു അവർ നടന്നു. അതാ കുത്തനെ ഒരു ഇറക്കം. അയ്യോ, കാലു തെറ്റുന്നേ, പിടിക്കണേ. അങ്ങനെ രണ്ടാളും, മത്തനും കുമ്പളങ്ങയും കൂടെ നടക്കാൻ ഇറങ്ങി. അങ്ങനെ കാലു തെറ്റി അവർ രണ്ടാളും കൂടെ വീഴുകയാണ് അല്ലെ? എങ്ങോട്ടാണ് രണ്ടാളും കൂടെ വീഴുന്നത്? പുഴയിലേക്ക് അല്ലെ? പുഴയിലേക്ക് വീഴുകയാണ്. രണ്ടുപേരുടെയും നില തെറ്റി രണ്ടാളും കൂടെ അവരുടെ കാലു തെറ്റി അവർ എങ്ങോട്ട് വീഴുകയാണ്? വെള്ളത്തിലോട്ട് അല്ലെ? ഉരുണ്ട് താഴോട്ട്. സഹായിക്കാൻ കൈനീട്ടിയ ചേനയും പടവലവും തക്കാളിയും എല്ലാം കാലിടറി വീണു. അപ്പൊ നമ്മളിപ്പോ എത്ര പച്ചക്കറികളുടെ പേരാണ് നമ്മളിപ്പോ പഠിച്ചത്? വേഗം പറയൂ, എത്ര പച്ചക്കറികളുടെ പേര് പഠിച്ചു? നമ്മുടെ ഫസ്റ്റ് പേജിലാണ് ഏതൊക്കെ പച്ചക്കറികളെ കുറിച്ച് പറയുന്നത്? നോക്കിക്കേ, മത്തങ്ങ. പിന്നെ ആരാ ഉള്ളത്? കുമ്പളങ്ങ അല്ലെ? കുമ്പളങ്ങ പറയുന്നുണ്ട്. ഇതാ ഇവിടെ കുമ്പളങ്ങ ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് പേജിൽ നമ്മൾ മത്തങ്ങയും കുമ്പളങ്ങയും പഠിക്കുന്നുണ്ട്. അടുത്ത പേജിൽ നമ്മൾ പറയുന്നത് ചേന പറയുന്നുണ്ട്. കണ്ടില്ലേ? ചേന, പടവലം എന്ന് പറയും, തക്കാളി. 5 പച്ചക്കറികളുടെ പേര് നമ്മൾ പഠിച്ചു അല്ലെ? അങ്ങനെ പടവലവും തക്കാളിയും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൈനീട്ടി. അങ്ങനെ എല്ലാരും കൂടെ എന്ത് ചെയ്തു? ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ 5 ആളും കൂടെ, മത്തനും കുമ്പളങ്ങയും ചേനയും പടവലവും തക്കാളിയും കൂടെ ഉരുണ്ട് എങ്ങോട്ട് വീഴുകയാണ്? പുഴയിലോട്ട് വീഴുകയാണ് അല്ലെ? ഇവിടെ വാക്കുകൾ പൂരിപ്പിക്കാനുണ്ട്. ഡും എന്നാണ് അക്ഷരം. ഡായാണ്. ഡും എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഡും. അടുത്ത വാക്ക് എന്തായിരിക്കും? ഡും. അടുത്ത വരി ഡും. വീണ്ടും അതന്നെ എഴുതുക. ഡും. ആ ഉരുണ്ട് വീഴുന്ന ശബ്ദമാണ് കേട്ടോ പറയണത്. ഉരുണ്ട് എല്ലാവരും ചെന്ന് വീണതോ? എവിടെ ചെന്ന് വീണു? പുഴയിൽ. കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാമോ? അപ്പൊ അവരെല്ലാരും കൂടെ എവിടെ വീണു? പുഴയിൽ വീണു അല്ലെ? അപ്പൊ ഇനി നമ്മളിവിടെ ചെയ്യാൻ പറയണത്, നമ്മളിപ്പോ പഠിച്ച കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാനാണ് പറയുന്നത്. ഒരു ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണം എന്താണ്? അതേപോലെ അവർ കാലിടറി അല്ലെ? അവരുടെ നില തെറ്റിയത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വീഴുന്നത്. അടുത്ത ചോദ്യം നമുക്ക് എന്തെഴുതാം? കിടന്നു മടുത്തപ്പോൾ ആരാണ് നാടു കാണാൻ ഇറങ്ങിയത്? ആരാണ്? മത്തൻ. മൂന്നാമത്തെ ചോദ്യം, മത്തങ്ങ ആരെയാണ് വഴിയരികിൽ കണ്ടത്? കുമ്പളങ്ങ. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ ഉണ്ടാക്കി എഴുതുക. അടുത്ത ചെറിയൊരു പാട്ടാണ്. പാട്ടരങ്ങ്.
പച്ചക്കറികളുടെ പേരാണ് കേട്ടോ ഇവിടെ അധികമായിട്ട് പറയണത്. ശ്രദ്ധിച്ച് വായിക്കുക. കുറെ പച്ചക്കറികളുടെ പേരുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ആദ്യം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. മത്തൻ, ചേന, കുമ്പളങ്ങ, തിത്തിത്താര തിത്തിത്തൈ, വെണ്ട, ചീര, വെള്ളരിക്ക, തിത്തിത്താര തിത്തിത്തൈ, മത്തൻ, ചേന, കുമ്പളങ്ങ, വെണ്ട, ചീര, വെള്ളരിക്ക, നേന്ത്രക്കായ, പടവലം, മുരിങ്ങക്കായ, ഓ തിത്തിത്താര തിത്തിത്തൈ, തിത്തേ ഇതക തേതേതോ, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പും മല്ലിച്ചപ്പും ഇഞ്ചി, പച്ചമുളകുകൾ നിരന്നു നിന്നു, പച്ചക്കറി തോണിയേറി, പച്ചക്കറി തുഴയേന്തി, പച്ചക്കറി പാട്ടും പാടി വരുന്നു ഞങ്ങൾ, ഓ തിത്തിത്താര തിത്തിത്തൈ, തിത്തിത്തൈ തകതേതേതോ. കണ്ടോ? അപ്പൊ എന്തിനെ കുറിച്ച് ഇവിടെ പറയണത്? പച്ചക്കറികളെ കുറിച്ചാണ്. ഏതൊക്കെ പച്ചക്കറികളെ കുറിച്ച് പറയണ്ട? നമുക്ക് ഇവിടെ ഫുള്ള് പച്ചക്കറികളാണ്. മത്തൻ, ചേന, കുമ്പളങ്ങ, വെണ്ട, ചീര, വെളുത്തുള്ളി, നേന്ത്രക്കായ, പടവലം, മുരിങ്ങക്കായ, പിന്നെയോ വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പ്, മല്ലിച്ചപ്പ്, ഇഞ്ചി, പച്ചമുളകുകള്, അങ്ങനെ പല തരത്തിലുള്ള പച്ചക്കറികളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അല്ലേ? പാട്ടിലുള്ള പച്ചക്കറികൾ, അറിയാവുന്ന മറ്റു പച്ചക്കറികൾ. അപ്പൊ ഈ പാട്ടിലുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മത്തൻ, ചേന, കുമ്പളങ്ങ, വെണ്ട, ചീര, വെള്ളരിക്ക, നേന്ത്രക്കായ, പടവലം, മുരിങ്ങക്കായ, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പ്, മല്ലി, ഇഞ്ചി, പച്ചമുളക്. ഇത്രയും പാട്ടിലുള്ള പറയുന്ന പച്ചക്കറികൾ. നമുക്കറിയാവുന്ന മറ്റു പച്ചക്കറികളുടെ പേരാണ് ഈ രണ്ടാമത്തെ ബോക്സിനകത്ത് എഴുതേണ്ടത്. എന്തൊക്കെ എഴുതാം? പയറ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാബേജ്. നിങ്ങൾക്ക് അറിയുന്ന മറ്റു പച്ചക്കറികളുടെ പേരുകൾ കൂടെ എഴുതി ചേർക്കുക. പച്ചക്കറികളുടെ ഉപയോഗം അനുസരിച്ച് തരംതിരിക്കാം. അതായത് എല്ലാ പച്ചക്കറികളിലെയും കായ ആയിരിക്കില്ല കഴിക്കുക. ചിലതിന്റെ ഇലകളാണ്. നമ്മളിപ്പോ ചീരയില, കറിവേപ്പില, മല്ലിയില, അതിന്റെയൊക്കെ ഇലയാണ് നമ്മൾ കഴിക്കുക. ചിലതിന്റെ കായ കഴിക്കും, ചിലതിന്റെ മറ്റു ഭാഗങ്ങളാണ് കഴിക്കുക. അതായത് ചിലതിന്റെ എന്താണ്, കിഴങ്ങായിരിക്കും അല്ലെ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഇലകൾ കംപ്ലീറ്റ് ചെയ്യാം. ഏതൊക്കെ ചെടികളുടെ ഇലകളാണ് കഴിക്കുക? ചീരയില. അടുത്തത് കറിവേപ്പ്. അടുത്തത് മല്ലി. കായകള് വെണ്ട, മുരിങ്ങക്കായ, വെള്ളരിക്ക, പച്ചമുളക്. മറ്റു ഭാഗങ്ങൾ വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി. അടുത്തത് ഇതുപോലെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അറിയുന്ന മറ്റു പച്ചക്കറികളുടെ പേരുകൾ കംപ്ലീറ്റ് ചെയ്യുക. കടങ്കഥകളാണ്. പച്ചക്കറികൾ ഉത്തരമായി വരുന്ന 3 കടങ്കഥയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ കടങ്കഥ, അടിപ്പാറ, നടുവടി, തല കാട്. എന്താ ഉത്തരം? ഉത്തരം എന്താ വരിക? ഉത്തരം വരുന്നത് എന്തായിരിക്കും? ഉത്തരം വരിക